പോലീസ് വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് മുഖ്യമന്ത്രി LDF യോഗത്തിൽ പറഞ്ഞു. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം 40 മിനിറ്റോളം നീണ്ടു. പോലീസിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പഴയ കേസുകളാണെങ്കിലും പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് അതിക്രമത്തെ ന്യായീകരിക്കില്ല. UDF സർക്കാരിന്റെ കാലത്ത് എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു. LDF ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ അത് വന്നിട്ടില്ല. നിങ്ങളിപ്പോ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രശ്നം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള കേസുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതെല്ലാം രീതിയിലുള്ള മർദ്ദനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത്തരം സംഭവങ്ങളിൽ ഏത് പോലീസിനെതിരായിട്ടാണ് UDA ഗവൺമെന്റ് കാലത്ത് നടപടി സ്വീകരിച്ചത്? പോലീസ് ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കില്ല. ഗവൺമെന്റിന്റെ നിലപാടിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത്. സേഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സേഫ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസിനെതിരെ വ്യാപക വിമർശനങ്ങൾ തെളിവ് സഹിതം പുറത്തുവരുന്നതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, TP രാമകൃഷ്ണന്റെ പ്രസ്താവനയൊക്കെ പുറത്തുവരുന്നത്. ഇതെങ്ങനെയാണ് സർക്കാരും ഇടതുപക്ഷവും പ്രതിരോധിക്കുന്നത്? ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയം വിശദമായി തന്നെ ചർച്ചയ്ക്ക് വന്നു. നിയമസഭാ സമ്മേളനത്തിൽ സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മുന്നണി യോഗത്തിന്റെ പരിഗണനയിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം പോലീസ് അതിക്രമവുമായി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കും. അതിന് മറുപടി എന്നോണമാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇടതുമുന്നണി യോഗത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിലേതോ പ്രധാനപ്പെട്ടതായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത് പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. 40 മിനിറ്റോളം എടുത്താണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പോലീസിന്റെ ഇടപെടലുകൾ, കേരളത്തിലെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളടക്കം വിശദീകരിച്ചതിന് ശേഷമാണ് ഈ വിഷയം ഒറ്റപ്പെട്ട സംഭവമാണ്, അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് പോലീസ് സേനയെ കളങ്കപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം നടക്കുകയാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഗുരുതരമായ തെറ്റുകൾ ഉണ്ടാകില്ല എന്നൊരു വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ഇപ്പോ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഈ വിഷയം, ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി ഇത് തന്നെ ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ സമയമെടുത്ത്, സാധാരണ രീതിയിൽ മുഖ്യമന്ത്രി അങ്ങനെ ദീർഘസമയം ഇടതുമുന്നണി യോഗത്തിൽ സംസാരിക്കാറില്ല. പക്ഷെ ഇന്ന് കൂടുതൽ സമയമെടുത്ത് മുഖ്യമന്ത്രി പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ജീന, ശരി സേഫ്, പോലീസിനെതിരായ